ഇവിടെ എന്ത് ചെയ്യുക, എന്ത് പഠിക്കുക ബ്രോ? ഇവിടെ എത്ര മലയാളികൾ പഠിക്കുന്നുണ്ട്? 500 മലയാളീസ് പഠിക്കുന്നുണ്ട്, 500 മലയാളികൾ പഠിക്കുന്നുണ്ട്. ഇവരെല്ലാം MBBS തന്നെയാണ് പഠിക്കുന്നത്. റഷ്യയുടെ വിഷയം തന്നെ. റഷ്യയില് 2 രീതിയിലുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്. നാഷണൽ റിസർച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇങ്ങോട്ട് അടുത്ത് നിന്ന് പറഞ്ഞോ മൈക്ക. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ എടുക്കണത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിനാലും ഓരോ സ്റ്റേറ്റിലേക്കും ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരിക്കും. ഓരോ സ്റ്റേറ്റിലും ഒരു യൂണിവേഴ്സിറ്റി. കസാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, പിന്നെ മേരിലാൻഡ് മാരി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. അതായത് നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്തെ ഓരോ മെഡിക്കൽ കോളേജുകളില്ലേ, ജില്ലകൾ പോലെ ഇവിടെയും അതുണ്ട്. എല്ലാ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കണ്ണൂർ മെഡിക്കൽ കോളേജ്, നല്ല സംഭവം. അതുകൂടാതെ രണ്ടാമത്തെ വെച്ചാല് നാഷണൽ നല്ല തണുക്കുന്ന കേട്ടോ, നാഷണൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് നമ്മള് പറയില്ലേ, നമ്മള് NIT, IIT ഒക്കെ പറയില്ലേ, അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നാഷണൽ റിസർച്ച് യൂണിവേഴ്സിറ്റി കേരളത്തിനകത്ത് ഒരു റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ ഒന്നുള്ളത് പിന്നെ നമ്മളെ RCC തിരുവനന്തപുരത്താണ് കേരളത്തിലെ. അതായത് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന, അതായത് ഇപ്പോൾ കോവിഡ് വാക്സിന് അങ്ങനെ പല വാക്സിനുകൾ അല്ലെങ്കിൽ ഇങ്ങനെ റിസർച്ച് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു 40 യൂണിവേഴ്സിറ്റികൾ എന്തോ ഉണ്ടല്ലേ ഈ റഷ്യയിൽ. അതിലെത്ര റിസർച്ച് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്? 40 കുറച്ച് യൂണിവേഴ്സിറ്റികൾക്ക് നാഷണൽ റിസർച്ച് പദവിയുള്ളൂ. ആ പദവിയുള്ളതിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ അവിടെ കാണുന്നത്. പിന്നെ ഞാൻ അൽഹിന്ദ് സ്റ്റഡി അബ്രോഡാണ്. അൽഹിന്ദ് സ്റ്റഡി അബ്രോഡ്, അൽഹിന്ദ് ട്രാവൽസ്, ടൂറിസ്റ്റ്, ഹജ്ജ്, ഉംറ, അൽഹിന്ദ് ഹോളിഡേയ്സ്, ഇതിൻ്റെ ഭാഗം തന്നെ അൽഹിന്ദ് സ്റ്റഡി അബ്രോഡ്. ഓൾമോസ്റ്റ് നമുക്ക് കേരളത്തിനകത്ത് എല്ലായിടത്തും നമ്മുടെ ഓഫീസും സർവീസും ബാക്കി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഏതൊരു പാരൻസിനും സ്റ്റുഡൻസിനും വളരെ ട്രസ്റ്റായിട്ട് നമ്മൾ ഇതാക്കാൻ പറ്റും. നമ്മുടെ ടീം തന്നെ ബ്രോ കണ്ടില്ലേ, നമ്മുടെ ടീമിനെ നൈസ് ടീമല്ലേ. ആ ഒരു ടീം എന്താണ് എപ്പോഴും ഒരു എന്ത് സർവീസിനും അവൈലബിൾ ആയിട്ട് ഇവിടെ ഉണ്ട്. റഷ്യയിൽ നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്? അല്ല, നമ്മളൊരു 14 യൂണിവേഴ്സിറ്റി റഷ്യയിൽ വേറെ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് ഇവിടെയാണ്. നമുക്ക് ഈ ഇത് തരംതിരിക്കുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ ക്വാളിറ്റി, പിന്നെ കുട്ടികളുടെ പാരൻസിന്റെ ഫീഡ്ബാക്ക്, ഇതാണ് നമ്മുടെ ഒരു ബിസിനസിന്റെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സാധനം. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ക്വാളിറ്റി ഒരു ഫീഡ്ബാക്ക് നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ ആ കാണുന്ന യൂണിവേഴ്സിറ്റിക്ക് പിള്ളേരെ ചെയ്യും, പിള്ളേരെ ഹാപ്പിയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ നിങ്ങൾ എത്ര വർഷമായി ചെയ്യുന്നു? നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് MBBS ചെയ്യുന്നുണ്ട്. 5 വർഷമായിട്ട് പിന്നെ UK, കാനഡ അങ്ങനെയുള്ള പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 വർഷമായിട്ട് കണ്ടിന്യൂ ഡോക്യുമെന്റേഷൻ ബാക്കി കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾ ചെയ്യുന്നതാണ്. നമ്മൾ അൽഹിന്ദ് ട്രാവൽസ് ഏകദേശം 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈ കുട്ടികൾക്ക് വരുന്ന വിസ, ടിക്കറ്റ്, അതേപോലെ യൂണിവേഴ്സിറ്റി ഇൻവിറ്റേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ കോളേജ് ഹോസ്റ്റൽ ഉൾപ്പെടെ എല്ലാം. കാരണം നമുക്ക് ബാക്കിയുള്ള ഏജൻസികൾ ചെയ്തേക്കാളും വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രം നമുക്ക് നമ്മുടെ തന്നെ ഒരു ടീം ഉണ്ട് റഷ്യയിൽ, നമുക്കുണ്ട് എല്ലാ കുട്ടികളുടെ എല്ലാ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അക്കോർഡിംഗ് ടു ആസ് എ ഗേൾ എങ്ങനെയാ ഫിദയ്ക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ത്യയിലാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ സ്റ്റെയർസ് ഒക്കെ കിട്ടും. ഇവിടെ അതൊരു കുഴപ്പമില്ല. ലൈക്ക് ഫ്രീലി എപ്പോൾ വേണേലും ഇവിടുന്ന് എവിടെ വേണേലും പോവാം. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണെങ്കിലും ലൈക്ക് പ്രോപ്പർ സേഫ്റ്റി ഉണ്ട്, ഗാർഡ്സ് ഉണ്ടാവും എല്ലാ സ്ഥലത്തും. ലൈക്ക് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും എൻട്രൻസ് ഒക്കെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഇപ്പോൾ എൻട്രി ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കൊരു കാർഡുണ്ട്, ഞങ്ങൾക്കൊരു ബാങ്ക് കാർഡ് ഉണ്ട്. അത് വെച്ചിട്ടാണ് എല്ലാ യൂണിവേഴ്സിറ്റി ബിൽഡിങ്സിലും എൻട്രി ചെയ്യുന്നത്. ഇപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ CCTVs ഉണ്ട്, ഗാർഡ്സ് ഉണ്ട്, വാർഡൻസ് ഉണ്ട്. അവർ സ്ട്രിക്റ്റ് ടൈമിൽ ക്ലോസ് ചെയ്യും. പിന്നെ ഇവിടെ സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ സിറ്റിയുടെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ ആരും അങ്ങനെ ജഡ്ജ്മെന്റൽ പീപ്പിൾസ്. അപ്പോൾ ഇവിടെ ഒപ്തോമോളജിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ഇവരുടെ ക്ലാസ് റൂം. ഇവിടെയാണ് അവരുടെ ക്ലാസ്സൊക്കെ നടക്കുന്നത്. ആ കാണുന്നതല്ലേ, അതായത് പണ്ടത്തെ റഷ്യൻ സോവിയറ്റ് സമയകാലത്തെ പണ്ടത്തെ ഒരു ഒപ്തോമോളജിസ്റ്റ് ആയിരുന്നു, വളരെ പ്രസിദ്ധമായിട്ടുള്ള. ഇവിടെ അവരുടെ ആധുനികമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇവിടെ ക്ലാസ് കിടക്കുന്നതാണ്. ഏകദേശം ഒരു 15 നമ്പർ എന്തൊക്കെ ആയിട്ടാണ് കേട്ടോ ഒരു ചെറിയ ക്ലാസ് കിടക്കുന്നത്. അതായത് 10 മുതൽ 15 പേരെ ഒരുമിച്ച് ഒരു ക്ലാസ് ആക്കിയിട്ട് പിന്നീട് ഇവർക്ക് 3-ാം വർഷം മുതൽ ഇവർ പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്യാനുള്ള പരിപാടികൾ പഠിപ്പിച്ചു കൊടുക്കും, എക്യുപ്മെൻറ്റ്സ് പരിചയപ്പെടുത്തി കൊടുക്കും. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഡയറക്റ്റ് പേഷ്യൻസിൻ്റെ അടുത്ത് പോയിട്ട് അവർ ഡിസീസ് ക്യൂർ ചെയ്യുന്ന സംവിധാനമൊക്കെയാണ് കേട്ടോ. ഇവരുടെ എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് അവരുടെ കോർണിയൽ എക്സാമിനേഷനാണ് കേട്ടോ അവിടെ കാണിച്ചു കൊടുക്കുന്നത്.
കാണുന്നതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ എക്യുപ്മെൻറ്റ്സും സംഭവങ്ങളും. ഇവിടെയാണ് അവരുടെ ക്ലാസ്സും ഇതൊക്കെ നടക്കുന്നത്. അവിടെ ഓൾറെഡി പേഷ്യൻറ്റിനെ കൊണ്ടുവന്നിട്ട് അവിടെ ഇത് ചെയ്യിപ്പിക്കുകയാണ്. ഇത് പിന്നെ ഒക്കെ നമ്മുടെ സ്റ്റുഡൻസിന് പേഷ്യൻസിനായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാനുള്ള സെക്ഷനാണ്. ഇത് ഏകദേശം 3-ാമത്തെ വർഷം തൊട്ടല്ലേ ഇത് നടക്കുന്നത്? 3rd year മുതൽ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇതൊരു പേഷ്യൻ്റാണ്. ശരിക്കും റഷ്യൻ പേഷ്യൻസിന്, അതായത് ഇവിടുത്തെ ലോക്കൽസിനെ പോലും നമ്മുടെ സ്റ്റുഡൻസിന് പരിശോധിക്കാൻ പറ്റും കണ്ണ് കാര്യങ്ങൾ. ഇവർ ഡയറക്റ്റ് ഇങ്ങനെയൊരു ക്ലാസ് നടക്കാം. പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ പറയും, അത് ഡോക്ടേഴ്സ് നോക്കും, കുട്ടികൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, കുട്ടികൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും. ആ രീതിയിൽ അത്ര പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. പതുക്കെ പറഞ്ഞിട്ട് ക്ലാസ് കൊണ്ടാട്ടോ. അതായത് ഇവിടെ ആക്ച്വലി കറക്റ്റ് അവർ റഷ്യൻ പേഷ്യൻ്റ് ഇവിടെ ഈ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന് ഡയറക്റ്റ് അവരുടെ ക്ലാസ് റൂമിൽ വെച്ച് ക്ലാസ് നടത്തുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റി ഇതിപ്പം മർഡോവിയയുടെ അവരുടെ ഒപ്തമോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗം മാത്രമാണ്. ഇവർക്ക് വേറെയുള്ളൊരു ഇമ്പോർട്ടൻ്റ് ഒരു സംഭവം എന്ന് പറയുമ്പോൾ, അതായത് ഒരു യൂണിവേഴ്സിറ്റി, അതായത് ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ ഇത് റിസർച്ച് എന്താ പറയുക യൂണിവേഴ്സിറ്റി കൂടിയാണ്. അതിൻ്റെ ഒരു അഫിലിയേഷനും കൂടെ ഉണ്ട്. ഈ ഒരു കോളേജിന് NMC അഫിലിയേഷൻ ഉണ്ട്. NMC എന്ന് പറയുമ്പോൾ നാഷണൽ മെഡിക്കൽ കൗൺസിൽ, അതായത് ഇന്ത്യൻ നാഷണൽ മെഡിക്കൽ കൗൺസിൽ, അവർ ചില എന്താ പറയുക യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമേ ആ ഒരു അഫിലിയേഷൻ കൊടുക്കുകയുള്ളൂ. അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പഠിച്ചാൽ മാത്രമേ ഇന്ത്യയിൽ വന്നിട്ട് ഡോക്ടർ ആവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു നമ്മുടെ മർഡോവിയയ്ക്കുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ WHO, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അവരുടെ അഫിലിയേഷനും നമുക്ക് ഈ ഒരു കോളേജ്. അനാട്ടമി നമ്മുടെ ബോഡി എന്തുവാണ് കേട്ടോ അവർ കഴുകുന്നു. അതുകൊണ്ട് അവരുടെ ഫ്രീസറിൽ നിന്നാണെന്ന് തോന്നുന്നു കേട്ടോ. ബോഡിയുടെ പല പാർട്ടുകളായിട്ട് അവർ എടുത്ത് വെക്കുവാണ് നമുക്ക് കാഴ്ചയ്ക്കായിട്ട്. ഇവരുടെ ഏതോ ഒരു രാസവസ്തുവിൽ അത് ഡീക്കേ ആവാതിരിക്കാൻ വേണ്ടി ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അതിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത്. എൻ്റെ അമ്മോ, കണ്ടില്ലേ? ഓക്കെ, നമ്മുടെ സാറ് റഷ്യക്കുട്ടിയുടെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കുവാണ് കേട്ടോ. അവർ നമ്മുടെ ശരീരത്തിൻ്റെ വൻകുടൽ, ചെറുകുടൽ എല്ലാം എന്താ പറയുക ഇങ്ങനെ വെച്ചിട്ട്, ഇത് ഒറിജിനൽ ബോഡിയാണ് കേട്ടോ. കണ്ടില്ലേ? ഇതിലാണ് അവർ ആക്ച്വലി ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. എൻഡോസ്കോപ്പി പഠിപ്പിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല ഇവർക്ക് താണ്ടെ സിമുലേറ്റേഴ്സ് എല്ലാം നമുക്ക് സിമുലേറ്റേഴ്സാണ് കേട്ടോ. ഇവർ തുടക്കത്തിൽ സിമുലേറ്റേഴ്സ് വെച്ച് പഠിപ്പിച്ചിട്ട് പിന്നീട് ഇവർ അതിന് അവരുടേതായിട്ടുള്ള ആ ഒരു ലെവലെത്തുമ്പോൾ പിന്നീട് അവർ ക്ലിനിക്കിൽ ഡയറക്റ്റ് പഠിപ്പിക്കുന്ന കാഴ്ചയാണ്. ഈ ഒരു ടെക്നോളജിയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അതായത് കറക്റ്റ് നമ്മൾ ഒരു ഹ്യൂമൻ ബോഡിയിൽ എൻഡോസ്കോപ്പി ചെയ്യുന്ന പോലത്തെ സംവിധാനങ്ങളാണ്. ഇപ്പം നാട്ടിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എന്താ പറയുക സാധ്യതകൾ എങ്ങനെയാണ്? ഇനി നാട്ടിൽ പോയിട്ട് അവിടെ ജോലി ചെയ്യാനുള്ള അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ ചെന്ന ഉടനെ ഇനി ആദ്യം FMGന്റെ ട്രെയിനിങ്ങിന് പോകും. അപ്പോൾ അതൊരു 6 months ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എക്സാം വരുന്നത് നെക്സ്റ്റ് ജാനുവരിയിലാണ്. അത് കഴിഞ്ഞിട്ട് എക്സാം എഴുതി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 6 monthsൽ നമുക്ക് പോസ്റ്റിങ്സ് കിട്ടും. അപ്പം ഞാനിവിടെ കേട്ടു FMGE അല്ലേ പറയുന്നത്? അതെ. അപ്പോൾ അതിൻ്റെ പാസിംഗ് റേറ്റ് ഇവിടെയാണോ കൂടുതൽ? ഞാൻ അങ്ങനെ കേട്ടിരുന്നു. ഈ കൊല്ലം ലാസ്റ്റ് ഇയർ 75% ഇവിടെ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റ്. പക്ഷെ സാധാരണയായിട്ട് വരുന്നത് 10-20% സാധാരണ ഒരു ആവറേജ് യൂണിവേഴ്സിറ്റീസ് വരുന്നത്. ഓക്കെ, എന്തായാലും ഇത് അത്യാവശ്യം വലിയ ഹാളാണ്. നമ്മുടെ പിള്ളേരുടെ ലെക്ചർ ഹാളാണ്. ഇപ്പോൾ ഇതിനൊരു പ്രത്യേകിച്ച് നമ്മുടെ തിയേറ്റർ പോലെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്കും ഫ്രണ്ടിലിരിക്കുന്നവനും കറക്റ്റായിട്ട് ബോർഡ് വിസിബിളാണ്. അതേപോലെ തന്നെ വലിയൊരു പ്രൊജക്ടർ, നമ്മൾ സിനിമാ തിയേറ്ററിൽ കാണിക്കുന്ന പോലെ തന്നെ വലിയ പ്രൊജക്ടറാണ്. സാധാരണ നമ്മൾ ചെറിയ ടൈപ്പ് കാണാറ് ചില ക്ലാസ് റൂമിനകത്ത്. പക്ഷേ ഇത് വലിയ പ്രൊജക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ശരിക്കും നമ്മളൊരു സിനിമ കണ്ട് ഇറങ്ങി വരുന്ന ഫീൽ. അതായത് കുട്ടികൾക്ക് പഠിക്കുമ്പോൾ തിയറി ക്ലാസ്സൊക്കെ ആണെങ്കിലും ഇപ്പോൾ ബോർഡിലൊക്കെ ടീച്ചേഴ്സ് എഴുതുന്നതാണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിലും മോണിറ്ററിൽ വളരെ വ്യക്തമായിട്ട് കുട്ടികൾക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്.